ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നലെ ഞാൻ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടായിരുന്നു. രാത്രി ഒരു 1-1:30 ആയി കഴിഞ്ഞപ്പോൾ ഞാനത് അരച്ചെടുത്തു കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ അങ്ങ് അരയ്ക്കാൻ വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉലുവയും കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് വെച്ചപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ നമ്മളിങ്ങനെ പുളിച്ച് പൊങ്ങത്തില്ല, അങ്ങനെ തേട്ടിയെടുക്കത്തില്ല ഈ സംഭവം ഇട്ടാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്ത് കാട്ടാം. ഇനി ഇതിന് വേറെ വല്ല ഗുണങ്ങളുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ശകലം വെള്ളം കൂടിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം, കാരണം ഭയങ്കരമായിട്ട് കുറുകിയിട്ടിരിക്കണം. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ കൂട്ട്. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ശരിക്കും 2 ഗ്ലാസ് അരി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഞാൻ ഉഴുന്നിടും. ഉഴുന്നിന് വിലയാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യണതാണ് കേട്ടോ. ഇവിടെ അമ്മ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പുറത്ത് വീട്ടിൽ അമ്മ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിതെല്ലാം നോക്കി കഴിയുമ്പോൾ വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിൻ്റെയും കൂടി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും ഇട്ടു. അപ്പോൾ നമുക്കിന്ന് ഇതിന് കോമ്പിനേഷൻ വരുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള നേരമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അതിന് മുൻപ് ഇഡ്ഡലി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടൻ വന്നിട്ട് ചെയ്ത പണിയാണ് ഈ കാണുന്നത്. ഞാൻ ഈ വിക്രിയകളൊന്നും ഞാൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എണ്ണ തൂക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ അന്നേരം ചേട്ടൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഐഡിയ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വന്ന് കാണിച്ച ഐഡിയയാണ് ഈ കാണുന്നത്. ഐഡിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ആ ഷേപ്പ് കിട്ടത്തില്ല. എനിക്കങ്ങനെ ഷേപ്പില്ലാണ്ട് കിട്ടുമ്പോൾ എനിക്കെന്തൊരു ഇഷ്ടക്കേട് പോലെ കേട്ടോ. എന്തായാലും ചേട്ടൻ ചെയ്തെന്തായാലും അപ്പം എന്തായാലും നമുക്കങ്ങനെ മറുത്ത് പറയാൻ പറ്റത്തില്ല. എനിക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന വലിയൊരു അവസരം അത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പം ജോബിനെ പോകാനുള്ള ബഹളത്തിലാണ്. അപ്പോൾ ജോബിനേക്ക് ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കാരണം കുഞ്ഞ് പോകട്ടെ, കാരണം അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ച് ഭാരം കഴിയും. ഭാരമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കുറച്ച് തിരക്ക് കുറയും. പിന്നെ ബാക്കി 3 പേരെ വിട്ടാൽ മതിയല്ലോ. ഇനി തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമായിരിക്കില്ല നിങ്ങളെടുക്കുക, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മുടെ സാമ്പാർ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ആവി പറക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയിലേക്കൊക്കെ ആവി ഇങ്ങനെ വല്ലാണ്ട് തള്ളുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് ശരിക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറുകിപ്പോയി കേട്ടോ സാമ്പാർ. അപ്പോൾ ഞാൻ കടുകിട്ടു. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാമല്ലോ. അപ്പോൾ കടുകിട്ട് പൊട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടി അതിൽ കുറച്ചും കൂടി ഉള്ളിയും കൂടി ഇടണമെന്ന് പറഞ്ഞു. അത് ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഉള്ളി ചേട്ടൻ തന്നെ ഉള്ളി അരിഞ്ഞിട്ടു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പെത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ അത് ഉള്ളിയിടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും ഇല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ സാമ്പാറിൽ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ തൃശ്ശൂരൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ. അപ്പോൾ താളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സാമ്പാറാണ്, പക്ഷേ കുറുകിപ്പോയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതും എല്ലാവർക്കും തികയാണ്ടും വരും. ഈ തല്ലുപിടുത്തമായിരിക്കും ഇവിടെ മിക്കവാറും. അപ്പോൾ മോൻ പറഞ്ഞു, എനിക്ക് ചോറ് മതി, എനിക്ക് ഇഡ്ഡലി ഇപ്പോൾ വേണ്ട, വൈകിട്ട് വന്നിട്ട് മതി എന്നും പറഞ്ഞിട്ട് അവൻ ചോറ്, അവന് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം, എത്ര പലഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് ചോറാണ് ഇഷ്ടം. എനിക്കിഷ്ടം അങ്ങനെ തന്നെയാണ്. ചേട്ടനും ചോറ് തന്നെയാട്ടോ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും പലഹാരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയ ടീമോളെ. പക്ഷേ മറ്റവർക്ക് പലഹാരം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ചോറാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എനിക്ക് വെക്കാനും എളുപ്പം ചോറാണ്, കാരണം പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പലഹാരത്തിന് കറി വേണം, ചോറിന് വേറെ കറി വെക്കണം. അപ്പോൾ അത് 2-3 പണിയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ചിട്ട്. കാരണം ഞാൻ എല്ലാത്തിനും ഓടും വേണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുത്തെ പണികൾ, അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്താ പറയുക, ഇപ്പം 4 പേരും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മൂത്ത ആളെ കൊണ്ടുപോയി വിടാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ബസ് പോയി കാണും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക. താങ്ക് യു.